മാർക്കറ്റിൻ്റെ കൂടുതൽ അനാലിസിസ് നമ്മളോടൊപ്പം പങ്കുവെക്കുവാനുമായിട്ട് നമ്മളോടൊപ്പം ചേരുന്നത് മൈഫിൻ ടിവിയുടെ റിസർച്ച് ഹെഡായിട്ടുള്ള മിസ്റ്റർ സൂരജ് നായർ സാറാണ്. സർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദി ഷോ. ഗുഡ് മോർണിംഗ് അനില. സർ, ഇപ്പോൾ വിപണിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ നിക്ഷേപകരും താങ്കൾ പ്രത്യേകിച്ചും ഒരു ഫണ്ടമെൻ്റൽ അനാലിസ്റ്റ് എന്നൊരു നിലയിലേക്ക് പരിശോധിക്കുകയാണെങ്കിൽ പൊതുവേ എല്ലാ നിക്ഷേപകരും വളരെയധികം ഭീതിയിലൂടെ നിലനിൽക്കുന്ന ഒരു സമയമാണ്. ഒരുപക്ഷെ എല്ലാവരുടെയും പോർട്ട്ഫോളിയോസ് എല്ലാം തന്നെ ഇപ്പോൾ ഒരു നെഗറ്റീവ് ടോളിൽ നിലനിൽക്കുകയാണ്. ആദ്യം തന്നെ ഈ ഒരു സാഹചര്യത്തെ ഒരു മെച്യൂർഡായിട്ട് എങ്ങനെയായിരിക്കണം ഒരു നിക്ഷേപകൻ ഹാൻഡിൽ ചെയ്യേണ്ടത്? അനില, ശരിയാണ്. ഒരു ചലഞ്ചിങ് ടൈംസിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണുന്ന ഏതൊരു വ്യക്തി എടുത്ത് ചോദിച്ചാലും പോർട്ട്ഫോളിയോ ഇറക്ഷന്റെ കഥകൾ മാത്രമേ പറയാനുള്ളൂ. ഏതാണ്ട് പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആണ് മാർക്കറ്റിൽ ഭയങ്കര ഒരു വെൽത്ത് ഡിസ്ട്രക്ഷൻ നടന്നിരിക്കുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്രാവശ്യത്തെ ഫോളില് ഒരുപാട് ന്യൂ ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ സിസ്റ്റത്തിലേക്ക് വന്നിട്ടുണ്ട്, എസ്പെഷ്യലി ആഫ്റ്റർ കോവിഡ്. അതിനുശേഷം ഡിജിറ്റൽ ഇറയുടെ വലിയൊരു ഡെവലപ്മെന്റ് കാരണം ഒരുപാട് ന്യൂ ഇൻവെസ്റ്റേഴ്സ് സിസ്റ്റത്തിലേക്ക് വന്നിട്ടുണ്ട്. അതിലാരും ഒരു സൈക്കിൾ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു ഫോൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ മെജോറിറ്റി ഓഫ് പുതിയതായിട്ട് തുടങ്ങിയ ഡിമാറ്റ് ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ട്രേഡേഴ്സ് എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഇന്റൻസിറ്റിയിൽ ഒരു ഫോൾ കാണുന്നത്. അത് ഏതാണ്ട് കുറെ ആൾക്കാർ മ്യൂച്വൽ ഫണ്ടിൽ കൂടിയാണ് വന്നത്, കുറെ പേര് ഡയറക്ട് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റിൽ കൂടിയാണ് വന്നതെങ്കിൽ പോലും അവർ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഇത് വന്നത്. കാര്യം കൂടുതലും പുതിയ ഇൻവെസ്റ്റേഴ്സ് ഒരു വാല്യൂ ഇൻവെസ്റ്റേഴ്സ് ആയിരുന്നില്ല. ഇവർ കൂടുതലും ഏതാണ്ട് ഒരു ഓപ്ഷൻ ട്രേഡിങ്ങോ അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സിലും മാത്രം പ്ലേ ചെയ്ത് പോകുന്ന പെരിഫറി കളിക്കുന്ന ആൾക്കാരായിരുന്നു. അത് മാത്രമല്ല, IPOന്റെ ലിസ്റ്റിംഗ് ഗെയിൻസിന് ഒരുപാട് ന്യൂ ഇൻവെസ്റ്റേഴ്സ് നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മൾ ഒരുപാട് പേരായിട്ട് ഒരു സ്റ്റഡി നടത്തുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഈ IPOയിലെ ആ ഒരു പുള്ളപ്പ് കിട്ടുമല്ലോ ആദ്യത്തെ ദിവസം, ലിസ്റ്റിംഗ് ഗെയിൻസ് എന്ന് പറയുന്നതാണ് അതിന്റെ എക്സാക്ട് വേർഡ് എന്ന് തോന്നുന്നു. അത് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ഇൻവെസ്റ്റേഴ്സും അടുത്ത കാലത്ത് മാർക്കറ്റിലേക്ക് വരുന്നത്. അവരെയൊക്കെ ഷോക്ക് ആക്കിക്കൊണ്ടാണ് ഈ മാർക്കറ്റിൽ ഒരു ഫോൾ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ നമ്മളൊരു അവോയ്ഡ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ നമ്മൾ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല, എങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരുന്ന 3-4 കാര്യങ്ങൾ ഇക്വിറ്റി മാർക്കറ്റിൽ ഇത് എപ്പോഴും നമ്മുടെ പല ഡിസ്കഷനിലും അല്ലെങ്കിൽ പല ചാനൽ ചർച്ചകളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫയർ സൈഡ് ചാറ്റ് വലിയ എക്സ്പേർട്സ് ആയിട്ടുള്ളതൊക്കെ നമ്മൾ സംസാരിച്ചിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ നിന്ന് ഇൻവെസ്റ്റർ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്ത് ടൈപ്പ് ക്യാപിറ്റലാണ് നമ്മൾ ഇക്വിറ്റി അല്ലെങ്കിൽ സ്റ്റോക്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കൊണ്ടുവരേണ്ടത് എന്നുള്ളതാണ്. ഇതിപ്പോ നമ്മൾ ഈ സമയത്ത് പറയുന്നതിൽ അർത്ഥമില്ല എന്ന് എനിക്കറിയാം, ബട്ട് എന്നും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമുക്ക് അടുത്ത ഒരു 3 കൊല്ലത്തേക്ക് ആവശ്യമില്ലാത്ത പൈസ മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കൊണ്ടുവരാവുള്ളൂ. ആ ഒരു ക്യാപിറ്റലിനെയാണ് നമ്മൾ റിസ്ക് ക്യാപിറ്റൽ, അതായത് ഈ ഒരു മൂലധനത്തിന് റിസ്ക് എടുക്കാനുള്ള കഴിവുണ്ട്. 3 കൊല്ലത്തേക്കുള്ള റിസ്ക് എടുക്കാനുള്ള കഴിവുണ്ട്. അവിടെ ഇരുന്ന് പേഷ്യൻസോടുകൂടി ആ മണി വർക്ക് ചെയ്യട്ടെ എന്നുള്ള ഒരു കൺസെപ്റ്റിലുള്ള പൈസ മാത്രമേ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കൊണ്ടുവരാവുള്ളൂ എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. 2, നമ്മൾ ഏതാണ്ട് എന്താ പറയുക, ഒരു ലോങ്ങർ ടേം സ്റ്റാൻഡ് തന്നെ മാർക്കറ്റിൽ എടുക്കണം. അതായത് ഈ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ നമുക്ക് 3 കൊല്ലത്തേക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ 3 കൊല്ലം കൊണ്ട് നന്നായിട്ട് പെർഫോം ചെയ്യാവുന്ന വാല്യൂ സ്റ്റോക്ക് അല്ലെങ്കിൽ ക്വാളിറ്റി സ്റ്റോക്സ് അല്ലെങ്കിൽ ഏർണിംഗ് പൊട്ടൻഷ്യൽ ഉള്ള സ്റ്റോക്ക്, ഡെപ്റ്റ് ഇല്ലാത്ത കമ്പനികൾ തന്നെ മേടിച്ച് മാർക്കറ്റിൽ പൈസ ഉണ്ടാക്കണം എന്ന് ഞാൻ പറയാറില്ല. ഫണ്ടമെന്റലി സ്ട്രോങ് സ്റ്റോക്സ് തന്നെ മേടിക്കണമെന്നും ഞാൻ അവകാശപ്പെടാറില്ല. ബട്ട് ഒരു ഏർണിങ്സിന് ഒരു 3 ഇയേഴ്സ് കൊണ്ടെങ്കിലും ബമ്പപ്പ് കിട്ടാവുന്ന, താഴോട്ട് അധികം പോകാൻ പറ്റാത്ത സ്റ്റോക്കുകൾ മേടിച്ചൊരു ലോങ് ടേം സ്റ്റാൻഡ് എടുക്കുക എന്നുള്ളതും ഇമ്പോർട്ടന്റ് തന്നെയാണ്. അപ്പോ ആ അടുത്ത കാലത്ത് ആവശ്യമില്ലാത്ത പൈസ അല്ലെങ്കിൽ ഒരു ലോങ് ടേം സ്റ്റാൻഡ് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു സ്റ്റാൻഡ് വേണം സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റേഴ്സ് ആദ്യം തന്നെ എടുക്കാനായിട്ട്. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ഈ സ്റ്റോക്ക് മാർക്കറ്റ് നമ്മുടെ ഒരു പെർമനന്റ് ഇൻകം ആയിട്ട് മാറ്റരുത്. അതായത് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ അടുത്ത കാലത്തുള്ള ഒരു ബുൾ റണ്ണില് എസ്പെഷ്യലി നമ്മുടെ ഡെസ്കിൽ നിന്ന് തന്നെ, നമ്മുടെ റിസർച്ച് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെ നമ്മൾ പല ന്യൂ ഇൻവെസ്റ്റേഴ്സിനോട് സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നത്, അടുത്ത കാലത്ത് ആദ്യത്തെ 1-2 കൊല്ലത്തിൽ വളരെ അൺനാച്ചുറൽ ആയിട്ടുള്ള ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്തപ്പോൾ ഇവരെല്ലാവരും വിശ്വസിച്ചിരുന്നത് ഇത് മതി, ഇത് കോൺസ്റ്റന്റ് ആയിട്ട് എക്സ്പോണൻഷ്യൽ ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും, നമുക്ക് ഒരുപാട് പൈസ ഇവിടുന്ന് തന്നെ കിട്ടും, അതുകൊണ്ട് നമ്മൾ എന്തിനാണ് ജോലിക്ക് പോകുന്നത്, രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി കിട്ടിയിരുന്ന ശമ്പളത്തിനെക്കാട്ടിലും എനിക്ക് 2 ദിവസത്തിലെ ട്രേഡിൽ കിട്ടി എന്ന് പറയുന്ന ഓവർ കോൺഫിഡൻസ്, കോംപ്ലൈസൻസി ഒരുപാട് പേരെ അവർ റിയൽ പ്രൊഫഷനിൽ നിന്നോ റിയൽ ബിസിനസ്സിൽ നിന്നോ മാറി സ്റ്റോക്ക് മാർക്കറ്റ് ഒരു ഫുൾ ടൈം പ്രൊഫഷൻ ആയിട്ട് മാറേണ്ട ഗതിയിലേക്ക് വന്നതായിട്ട് നമുക്ക് ഒരുപാട് പേരെടുത്ത് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ 2-3 പ്രവണതകൾ ഒരിക്കലും വെച്ച് പുലർത്താതിരിക്കുക. ഇപ്പൊ പല സന്ദർഭങ്ങളിലും ഏതാണ്ട് നമ്മളിപ്പോ ആദ്യമായിട്ട് മാത്രമല്ല, കോവിഡിന്റെ സമയത്തായാലും ശരി, 2008 ലേമൻ ബ്രദേഴ്സിന്റെ ക്രൈസിസ് ആയാലും ശരി, അല്ലെങ്കിൽ ദീപക് പാരേഖ് സ്കാം ആണെങ്കിലും ശരി, കേതൻ മേത്ത സ്കാമിലാണെങ്കിലും ഒക്കെ ശരി, മാർക്കറ്റില് വേറെ സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടായിരുന്നവർക്ക് മാർക്കറ്റിൽ ഡിപ്പെൻഡ് ചെയ്തെങ്കിൽ പോലും അവരുടെ മെയിൻ ലൈൻ ഓഫ് ഇൻകം സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് അല്ലാത്തത് കാരണം അവർക്ക് ഇത് സർവൈവ് ചെയ്ത് പോകാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സ് ചെയ്യേണ്ട ഒരു കാര്യം, ഇനിയിപ്പോ നമ്മൾ പഴയത് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ലാന്ന് നമുക്ക് അറിയാമെങ്കിൽ പോലും
ഇനിയെങ്കിലും ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കയ്യിലുള്ള റിസ്ക് ക്യാപിറ്റൽ, അതായത് ഒരു 2-3 കൊല്ലത്തേക്ക് ആവശ്യമില്ലാത്ത ക്യാപിറ്റൽ മാത്രമേ നമ്മൾ മാർക്കറ്റിലേക്ക് കൊണ്ടുവരാവുള്ളൂ. ഒന്ന്. രണ്ടാമത്, കൊണ്ടുവന്നാൽ തന്നെ നിങ്ങളൊരു ലോങ് ടേം സ്റ്റാൻഡ് എടുത്ത് 2-3 കൊല്ലത്തിലേക്ക് ഏർണിങ്സ് ഗ്രോ ചെയ്യാൻ പറ്റുന്ന, അധികം ഡെപ്റ്റ് ഇല്ലാത്ത, ഞാൻ വലിയ ക്വാളിറ്റി സ്റ്റോക്സ് ഞാൻ ഇപ്പോഴും അവകാശപ്പെടില്ല, ബട്ട് ഏർണിംഗ് പൊട്ടൻഷ്യൽ, ആഫ്റ്റർ ഓൾ സ്റ്റോക്കിന്റെ ഡെഫിനിഷൻ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് പ്രൈസസ്, ഒരു സ്റ്റോക്കിന്റെ പ്രൈസ് ഡിസ്കൗണ്ട് ചെയ്യുന്നത് ഫ്യൂച്ചർ ഏർണിംഗ് പൊട്ടൻഷ്യൽ ഓഫ് എ കമ്പനിയാണ്. ആ കമ്പനിയുടെ ഫ്യൂച്ചർ ഏർണിംഗ്സിനെയാണ് അത് ഡിസ്കൗണ്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഏർണിംഗ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. 3, ഇത് നിങ്ങളൊരു മെയിൻ ലൈൻ ഓഫ് ഇൻകം ആയിട്ട് കാണാതിരിക്കുക. നിങ്ങൾ മറ്റുള്ള ജോലികളോ ബിസിനസ്സിലോ ഏർപ്പെടുക. സ്റ്റോക്ക് മാർക്കറ്റ് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാത്രം കൺസിഡർ ചെയ്ത് അതിനകത്തേക്ക് അലോക്കേറ്റ് ചെയ്യേണ്ടത് റിസ്ക് ക്യാപിറ്റലാണ്. 3 കൊല്ലത്തേക്ക് ആവശ്യമില്ലാത്ത ക്യാപിറ്റലാണ്. ഇനിയെങ്കിലും ഈ വക ബേസിക് ആയിട്ടുള്ള റൂള് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. ബട്ട് ഈ പറയുന്ന ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻസ് ടൈഡ് ഓവർ ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും നല്ലത് നിങ്ങളുടെ കയ്യിലുള്ള നല്ല സ്റ്റോക്സ് ആണെന്നുണ്ടെങ്കിൽ അത് തന്നെ ഹോൾഡ് ചെയ്യുക. ഏറ്റവും നല്ല സ്റ്റോക്ക് ഐഡിയ നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റോക്സ് തന്നെയാണ്, പ്രൊവൈഡഡ് അത് ഫണ്ടമെന്റലി സ്ട്രോങ് ആണ്. ഇനി അടുത്ത 2 കൊല്ലത്തേക്ക് ഒരു ഏർണിംഗ്സ് പൊട്ടൻഷ്യൽ അതിനകത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെ ഹോൾഡ് ചെയ്ത് പോവുക. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ കയ്യിൽ നല്ല സ്റ്റോക്സ് അല്ല, നിങ്ങളുടെ കയ്യിൽ ഏർണിംഗ്സ് ഇല്ലാത്തതോ ഡെപ്റ്റ് അധികമുള്ളതോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഇല്ലാത്തോ കമ്പനികളാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു നല്ല സമയമാണ് അത് ഷിഫ്റ്റ് ചെയ്ത് പുതിയ സ്റ്റോക്കുകളിലേക്ക് പോവാൻ. എന്ത് വന്നാലും ശരി, നമ്മൾ ചില ആൾക്കാർക്ക് പല നിർബന്ധങ്ങളാണ്. അതായത് നമ്മൾ ഹോൾഡ് ചെയ്ത സ്റ്റോക്ക് 100 രൂപയിൽ നിന്ന് 60 രൂപയിൽ വന്നെങ്കിൽ ഈ സ്റ്റോക്കിൽ നിന്ന് തന്നെ നമ്മൾ 60 രൂപയിൽ നിന്ന് 100 രൂപ ഉണ്ടാക്കാൻ നോക്കണം എന്നാണ്. അങ്ങനെയല്ല, വലിയൊരു ഷേക്കപ്പ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ സംഭവിച്ചേക്കുന്നത്. ഇനി ഇവിടുന്ന് പല സ്റ്റോക്കുകൾക്കും ലൈഫ് ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. നമ്മൾ ഇതുവരെ കണ്ട ലൈഫ് സൈക്കിളിലൊക്കെ അങ്ങനെയാണ്. സ്റ്റോക്കിന്റെ ഓരോ സൈക്കിളിലും ഓരോ കറക്ഷനിലും കണ്ടത് ഒരു ഷേക്കപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് കയറുന്നത് എല്ലാ സ്റ്റോക്കും കയറണം എന്ന് യാതൊരു നിർബന്ധമില്ല. അതുകൊണ്ട് ഇനി ഇവിടുന്ന് സെലക്റ്റീവ് ആയിട്ട് മാത്രമേ കമ്പനികൾ കയറുള്ളൂ. അത് ഏർണിംഗ് പൊട്ടൻഷ്യൽ ഉള്ള കമ്പനികൾ മാത്രമേ കയറുള്ളൂ. അങ്ങനെയുള്ള കമ്പനികളിലേക്ക് നിങ്ങൾ പോർട്ട്ഫോളിയോ റീസ്ട്രക്ചർ ചെയ്യുക. പഴയ പൈസ ഇപ്പൊ ഇതുവരെ ഉള്ളത് പോയി, നിങ്ങൾ ലോസ് ബുക്ക് ചെയ്യുക. ഈ ലോസ് ബുക്ക് ചെയ്യുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. കാരണം മാർച്ച് 31 നമുക്ക് ഫിനാൻഷ്യൽ ഇയർ എൻഡ് അവസാനിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ലോസ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോസ് നിങ്ങളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ്, അതായത് ഇൻകം ടാക്സിന്റെ കണ്ണിൽ നിങ്ങളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിൽ ഈ ബുക്ക് ചെയ്യുന്ന ലോസ് നിങ്ങൾക്ക് 7 കൊല്ലത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. അടുത്ത കൊല്ലവും ഇനി വരാൻ പോകുന്ന 6-7 കൊല്ലങ്ങളിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രോഫിറ്റ്, നിങ്ങൾ ബുക്ക് ചെയ്യുന്ന പ്രോഫിറ്റ് ഇപ്പൊ ബുക്ക് ചെയ്യുന്ന ലോസ് ആയിട്ട് നിങ്ങൾക്ക് സെറ്റ് ഓഫ് ചെയ്ത് ടാക്സിന്റെ ലയബിലിറ്റി കുറയ്ക്കാം. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, തീർച്ചയായിട്ടും ഇനി അങ്ങോട്ട് ടാക്സ്, ഇൻകം ടാക്സ് എന്തായാലും ഒരുപാട് എന്താ പറയുക റിഡക്ഷൻ ആണ് സെൻട്രൽ ഗവൺമെന്റ് തന്നിരിക്കുന്നത് 12 ലക്ഷം വരെ. അപ്പൊ അതുകൊണ്ട് ഇനി കംപ്ലയൻസ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യും. എല്ലാ കാര്യങ്ങളും ഓൺലൈൻ ആണ്, ഡിജിറ്റൽ ആണ്, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ ട്രേഡ് ചെയ്യുന്ന ഓരോ ഷെയറിന്റെ പ്രോഫിറ്റും ലോസും ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതുകൊണ്ട് ഇവിടെ ഒരു ലോസ് ബുക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഭാവി കാലങ്ങളിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന പ്രോഫിറ്റ് ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് കിട്ടിയത് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൺസിഡർ ചെയ്ത് പോർട്ട്ഫോളിയോ റീസ്ട്രക്ചർ ചെയ്ത് നല്ല സ്റ്റോക്കുകളിലേക്ക് മാറുക. നല്ല സ്റ്റോക്കുകളാണ് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നല്ല സ്റ്റോക്കിൽ തന്നെ നിലനിൽക്കുക. പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, നിങ്ങൾ ഒരിക്കലും മാർജിൻ ഫണ്ടിങ്ങോ ലോൺ ഉപയോഗിച്ചോ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. എന്തെങ്കിലും മാർജിൻ ഫണ്ടിങ് നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതെല്ലാം കട്ട് ഓഫ് ചെയ്ത് മനസമാധാനമായി, നിങ്ങൾ ആദ്യം ഇപ്പോൾ ഏതാണ്ട് നമ്മൾ മാർച്ചിലേക്ക് വന്നു, ഏപ്രിൽ 1 മുതൽ നമ്മൾ പുതിയ ഫിനാൻഷ്യൽ ഇയറിലേക്ക് പോകുമ്പോൾ നിങ്ങൾ മാർക്കറ്റിന് വേണ്ടിയിട്ട് സെറ്റ് ആക്കുക എന്നുള്ള, മാർക്കറ്റിൽ എങ്ങനെ കാശ് ഉണ്ടാക്കണം എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ എങ്ങനെ മാർക്കറ്റിൽ പൊസിഷൻ ചെയ്യണം എന്നാണ്. ആ പൊസിഷൻ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ പഴയ ടെൻഷൻസ് എല്ലാം മാറ്റിവെക്കണം, പഴയ ബാധ്യതകളൊക്കെ മാറ്റിവെച്ച് പുതിയ മനസ്സോടുകൂടി, അത് പുതിയൊരു കൺവിക്ഷനോടുകൂടി, അതായത് ദർ ഇസ് ലൈറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ ടണൽ എന്നുള്ള കോൺഫിഡൻസും കൺവിക്ഷനും നിങ്ങൾക്ക് ഉണ്ടാവണം. ഇതെല്ലാം ദിസ് ടു ഷാൽ പാസ്, ഇതും മാറി നല്ല കാലങ്ങൾ വരും. ആ നല്ല കാലങ്ങൾ വരാനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും റീസ്ട്രക്ചർ ചെയ്ത് മനസമാധാനത്തോടെ പേഷ്യൻസോടുകൂടി ലോങ് ടേം ഔട്ടിലേക്ക് മുന്നോട്ട് പോവുക. എല്ലാ കാര്യങ്ങളും ശരിയായിട്ട് തന്നെ വരും. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ദിസ് ടു ഷാൾ പാസ് എന്ന ആ ഒരു സ്ലോഗനെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാം. ഏതായാലും സാർ, അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഇത്രയധികം കറക്ഷൻ നിഫ്റ്റി 50 ഏകദേശം കഴിഞ്ഞ ദിവസം വരെ കണക്കുകൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ സെപ്റ്റംബറിൽ രേഖപ്പെടുത്തിയ ഒരു ഓൾ ടൈം ഹൈയിൽ നിന്ന് ഏകദേശം 16% ഒരു കറക്ഷൻ ഓൾറെഡി ഇപ്പോൾ ബെഞ്ച് മാർക്ക് ഇൻഡെക്സിൽ ഉണ്ടായിട്ടുണ്ട്. അതിനോടൊപ്പം ബ്രോഡർ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഒഫീഷ്യലി ഒരു ബിയറിഷ് മാർക്കറ്റിലേക്ക് കടന്നിട്ടുമുണ്ട്. ബട്ട് എന്നിരുന്നാൽ പോലും ഒരു ഫണ്ടമെന്റൽ ബേസിസ് പരിശോധിക്കുമ്പോഴേക്കും എമർജിംഗ് മാർക്കറ്റ്സിൽ ഇപ്പോഴും വളരെ ഓവർ വാല്യൂഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റോക്ക് മാർക്കറ്റാണ് ഇന്ത്യയുടേത് എന്ന് പറയുന്നത്. ഇപ്പോൾ കണക്കുകൾ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിലവിൽ ഏകദേശം 20
30 ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ PE എന്ന് പറയുന്നത്. എന്നാൽ അതേസമയം ഇപ്പോൾ ഒരു FISന്റെ ഒക്കെ പോയിന്റ് ഓഫ് വ്യൂവിൽ പരിശോധിക്കുകയാണെങ്കിൽ അതിലും ഫെയർ വാല്യൂ ആയിട്ട് ധാരാളം നിക്ഷേപ അവസരങ്ങൾ ഇപ്പോൾ ലോകത്ത് അവർക്ക് മുന്നിലേക്കുണ്ട്. ഇപ്പോൾ ചൈനയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഏകദേശം 10 അവരുടെ PE എന്ന് പറയുന്നത്. ജപ്പാന്റെ കേസ് എടുക്കുകയാണെങ്കിൽ 15.33. ഇങ്ങനെയൊക്കെ മറ്റ് എമേർജിംഗ് മാർക്കറ്റ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും ഇന്ത്യയുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇത്രയധികം കറക്ഷൻ നേരിട്ടിട്ട് പോലും ഇപ്പോഴും ഏകദേശം 20-ന് മുകളിലാണ്. ഇപ്പോൾ ഏറ്റവും ഡെവലപ്ഡ് മാർക്കറ്റായിട്ടുള്ള US പരിശോധിക്കുകയാണെങ്കിൽ പോലും 25.99 അവരുടെ PE ആയിട്ട് കണക്കാക്കിയിരിക്കുന്നത്. അപ്പോഴും ഇത്രയധികം കറക്ഷൻ നേരിട്ടിട്ടും ഇന്ത്യൻ മാർക്കറ്റ് ഇപ്പോഴും ആ ഒരു ഓവർ വാല്യൂഡ് സോണിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇനിയും മുന്നോട്ടേക്ക് ഒരു കറക്ഷൻ പ്രതീക്ഷിക്കാമോ? അനില, ഞാനും കണ്ടു. അതായത് പല പത്രങ്ങളിലും പല മീഡിയകളിലും നമ്മുടെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ മാർക്കറ്റിന്റെ, അതായത് നിഫ്റ്റിയുടെയും സെൻസെക്സിന്റെയും PE നമ്മൾ കോവിഡ് കാലഘട്ടമായിട്ടും അല്ലെങ്കിൽ 2008 ലേമൻ ബ്രദേഴ്സിന്റെ ഫോളിലും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്തിട്ട് അന്നത്തെ ഏതാണ്ട് അതേ വാല്യുവേഷനിലായി ഇന്ത്യൻ മാർക്കറ്റിന്റെ PE എന്നുള്ള ആർട്ടിക്കിൾ പലയിടത്തും ഞാൻ വായിക്കുകയുണ്ടായി. ബട്ട് അതിൽ ട്രിക്കി ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടായില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഈ കോവിഡിന്റെ സമയത്തുള്ള PEയും മാർക്കറ്റിന്റെ PE, അതായത് സെൻസെക്സ് PE ആയാലും ശരി, നിഫ്റ്റി PE ആയാലും ശരി, കോവിഡിന്റെ സമയത്തും അതിന്റെ മുൻ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന PEയും ഇന്നത്തെ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2025 PE ആയിട്ട് കമ്പയർ ചെയ്യുന്നത് ഒരു ആപ്പിൾ ടു ആപ്പിൾ കമ്പാരിസൺ അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ 2021 മാർച്ച് ഏപ്രിൽ വരെ നിഫ്റ്റിയുടെയും സെൻസെക്സിന്റെയും PE ഏതാണ്ട് സ്റ്റാൻഡ് അലോൺ നമ്പേഴ്സ്, അതായത് നിഫ്റ്റിയിലുള്ള 50 സ്റ്റോക്സിന്റെയും സ്റ്റാൻഡ് അലോൺ ഫിഗേഴ്സിനെ ബേസ് ചെയ്ത് വന്നിട്ടുള്ള ഏർണിങ്സ് ആണ് ആ നിഫ്റ്റിയിലും സെൻസെക്സിലും ഉൾപ്പെടുത്തിയിരുന്നത്. അത് കാരണം തന്നെ ഏതാണ്ട് PE വളരെ ഹൈ ആയിട്ട് തോന്നിയിരുന്നു. ഏപ്രിൽ 2021 പുതിയൊരു റെഗുലേഷൻ വന്നു. അതായത് നിഫ്റ്റി കമ്പനീസിൽ സബ്സിഡറി കമ്പനീസിന്റെയും കൂടെ ഏർണിങ്സ് നിഫ്റ്റി EPS ആഡ് ചെയ്യണം. അതായത് EPS കൂടുന്നു. അതും അന്ന് 2021 ഏപ്രിൽ മുതൽ തന്നെ ഇന്ത്യൻ മാർക്കറ്റിന്റെ EPS ഭയങ്കരമായിട്ട് കൂടി. അപ്പൊ PE താഴേക്ക് വന്നു. അപ്പോ കോവിഡിന്റെ സമയത്തോ കോവിഡിന് മുമ്പേ ഉള്ള PEയും 2021 ഏപ്രിലിന് ശേഷം നമ്മളിപ്പോൾ സംസാരിക്കുന്ന വരെയുള്ള PEയും തമ്മിൽ ഒരു ആപ്പിൾ ടു ആപ്പിൾ കമ്പാരിസൺ അല്ല. എന്നാൽ തന്നെ പല മാധ്യമങ്ങളും പല എക്സ്പേർട്ടുകളും പറയുന്നത് ഏതാണ്ട് കോവിഡിന്റെ അടുത്ത് വരെ എത്തി. കോവിഡിന്റെ സമയത്ത് 19.3, 19.5 PE ആയിരുന്നു ട്രെയിലിംഗ് ബേസിസിൽ. ഇപ്പൊ ഏതാണ്ട് 20 PE തന്നെയായി, കോവിഡിന്റെ അടുത്ത് തന്നെയായി. അത് ശരിയായിട്ടുള്ള ഒരു കമ്പാരിസണേ അല്ല. ഏത് വ്യക്തിക്കും നമുക്ക് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും 2021 ഏപ്രിൽ മുതൽ നിഫ്റ്റിയുടെ EPS സബ്സിഡറി കമ്പനീസും കൂടെ ആഡ് ചെയ്ത് വന്നിട്ട് EPS ഭയങ്കരമായിട്ട് കയറി. അപ്പൊ അതുകൊണ്ട് PE എന്ന് പറയുന്നത് റൈറ്റ് കമ്പാരിസൺ അല്ല. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇന്ത്യൻ മാർക്കറ്റ് മറ്റുള്ള ഡെവലപ്ഡ് മാർക്കറ്റ് അല്ലെങ്കിൽ എമർജിംഗ് മാർക്കറ്റ് ആയിട്ട് നോക്കുമ്പോൾ വളരെ കോസ്റ്റ്ലി ആയിട്ടാണ് കാണപ്പെടുന്നത് അഗെയിൻ അറ്റ് PE ബേസിസ് എന്നുള്ളതാണ്. ശരിയാണ്. ബട്ട് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. അതായത് ഇന്ത്യൻ മാർക്കറ്റ് എന്നും അങ്ങനെ തന്നെയായിരുന്നു. കമ്പയർഡ് ടു ഏത് ഫോളിലായാലും ശരി, ഏതൊരു ബുൾ മാർക്കറ്റിലായാലും ശരി, ഏതൊരു ബെയർ മാർക്കറ്റിലായാലും ശരി, ഇന്ത്യ വാസ് മച്ച് മോർ കോസ്റ്റ്ലിയർ ദാൻ അതർ എമർജിംഗ് മാർക്കറ്റ്സ്. അതിനൊരു കാരണമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ബ്രസീലിയൻ ഇൻഡെക്സ് എടുക്കുകയാണെങ്കിൽ ബ്രസീലിയൻ ഇൻഡെക്സിൽ കംപ്ലീറ്റും കമോഡിറ്റി സ്റ്റോക്സ് ആണ്. അതായത് ബ്രസീൽ എക്കണോമിയെ ഡ്രൈവ് ചെയ്യുന്നത് കംപ്ലീറ്റ് കമോഡിറ്റി ബേസ്ഡ് ആയിട്ടുള്ള കമ്പനികളാണ്. അതുകൊണ്ട് ഈ വക കമ്പനികളാണ് ബ്രസീലിലെ ഇൻഡെക്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ട്രഡീഷണലി ചരിത്രപരമായിട്ട് തന്നെ ബ്രസീലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മെറ്റൽ ആൻഡ് കമോഡിറ്റി കമ്പനീസ് ആയതുകൊണ്ട് തന്നെ ഈ കമ്പനീസിന് ലോകത്ത് എവിടെയാണെങ്കിലും ചെറിയൊരു PE മാത്രമേ നമ്മൾ അസൈൻ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് ബ്രസീലിയൻ ഇൻഡെക്സിന് ബോസ്വേപ്പ നിങ്ങളുടെ അതിന്റെ പേര് തന്നെ, അത് ഏതാണ്ട് എപ്പോൾ നോക്കിയാലും ഓപ്റ്റിക്കലി അതിന്റെ PE ലോവർ ആയിട്ട് തോന്നും. ആ ബ്രസീലിയൻ ഇൻഡെക്സിനെ നമ്മുടെ മാർക്കറ്റിലെ മെറ്റൽ ഇൻഡെക്സുമായിട്ട് കമ്പയർ ആണ് ചെയ്യേണ്ടത്, അല്ലാണ്ട് എൻറ്റയർ നിഫ്റ്റി ആയിട്ട് കമ്പയർ ചെയ്യരുത്. കാര്യം നമ്മുടെ നിഫ്റ്റി എന്ന് പറയുന്നത് ഒരുപാട് സെക്ടേഴ്സ് അതിനകത്തുണ്ട്. അതിനകത്ത് ഫിനാൻസ് ഉണ്ട്, ഹോം ഫിനാൻസിങ് കമ്പനീസ് ഉണ്ട്, കൺസ്യൂമർ കമ്പനീസ് ഉണ്ട്, ഓയിൽ ആൻഡ് ഗ്യാസ് ഉണ്ട്, റീറ്റെയിൽ ഉണ്ട്, ഫാർമ ഉണ്ട്, ബജാജ് ഫിനാൻസ് പോലത്തെ പുതിയ NBFCs ഉണ്ട്, ഒരുപാട് ഡിജിറ്റൽ പ്ലേസ് ഉണ്ട്. ഇവരെല്ലാവരും ഹയർ PE കമാൻഡ് ചെയ്യുന്ന സ്റ്റോക്സ് ആണ്. മനസ്സിലായില്ലേ? അതിനെ മാറ്റി വെച്ച് മെറ്റൽ ഇൻഡെക്സ് മാത്രം, നിഫ്റ്റിയിലെ മെറ്റൽ കമ്പനീസിനെ മാത്രം വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആ ഇൻഡെക്സും ബ്രസീലിയൻ ഇൻഡെക്സും ഏതാണ്ട് സെയിം തന്നെയാണ്. അതുപോട്ടെ, നമ്മളിപ്പോ റഷ്യൻ മാർക്കറ്റിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ റഷ്യൻ ഇൻഡെക്സ് കൂടുതലും പോപ്പുലേറ്റ് ചെയ്തിരിക്കുന്നത് എനർജി സ്റ്റോക്സ് ആണ്. അതായത് റഷ്യൻ ഇൻഡെക്സിൽ കൂടുതലും കിടക്കുന്നത് എനർജി സ്റ്റോക്സ് ആണ്. ആ എനർജി സ്റ്റോക്സിന് ലോകത്ത് ഏത് മാർക്കറ്റിലാണെങ്കിലും ഇന്ത്യൻ മാർക്കറ്റിലാണെങ്കിലും ട്രഡീഷണൽ നമ്മളൊരു ലോവർ PE അസൈൻ ചെയ്യാറുള്ളൂ. അതാണ് നേച്ചർ ഓഫ് ദ ബിസിനസ്. കാര്യം എനർജി മാർക്കറ്റ് എപ്പോഴും സൈക്ലിക്കലാണ്. മറ്റേ നമ്മുടെ ബ്രസീലിയൻ മാർക്കറ്റിനെ പറഞ്ഞ പോലെ ഈ കമോഡിറ്റി, എനർജി, മെറ്റൽ സ്റ്റോക്സിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ സൈക്ലിക്കലാണ്. അതുകൊണ്ട് മാർക്കറ്റ് ഒരിക്കലും ഇവർക്ക് ഹൈ PE കൊടുക്കാറില്ല. ഈ PE എന്ന് പറയുന്ന ഒരു മാജിക് നമ്പർ ഒന്നുമില്ല. ജനങ്ങളുടെ പെർസെപ്ഷൻ, ഇൻവെസ്റ്റേഴ്സിന്റെ പെർസെപ്ഷൻ.
ഇൻവെസ്റ്റേഴ്സ് ഒരു പ്രീമിയം കൊടുക്കാറില്ല എന്ന് വേണം പറയാൻ. അതാണ് ഈ PE കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് മെറ്റൽ ഇൻഡെക്സിനെ എങ്ങനെയാണോ ബ്രസീലിനെ എഫക്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് ഏതാണ്ട് എനർജി സ്റ്റോക്കുകൾ റഷ്യൻ മാർക്കറ്റിലെ ഇൻഡെക്സിനെ എഫക്ട് ചെയ്യുന്നത്. അപ്പൊ റഷ്യ, ബ്രസീലൊക്കെ എപ്പോ നോക്കിയാലും ഇന്ത്യൻ മാർക്കറ്റായിട്ട് എപ്പോഴും അണ്ടർ വാല്യൂഡ് ആയിട്ടാണ് കാണാറുള്ളത്. ബ്രസീൽ, ഇപ്പൊ റഷ്യയിലുള്ള ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിലുള്ള സ്റ്റോക്കുകളെ ഇന്ത്യൻ മാർക്കറ്റ്, ഇന്ത്യൻ നിഫ്റ്റിയിലുള്ള ഓയിൽ ആൻഡ് ഗ്യാസ് സ്റ്റോക്സ് മാത്രം കമ്പയറിംഗ് ആണ് ശരിക്കും ആപ്പിൾ ടു ആപ്പിൾ കമ്പാരിസൺ എന്ന് പറയുന്നത്. ശരിക്കും നമ്മുടെ നിഫ്റ്റിയെ ഒരിക്കലും റഷ്യയായിട്ടോ ബ്രസീലായിട്ടോ കമ്പയർ ചെയ്യാൻ പാടില്ല. അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആപ്പിൾ ടു ആപ്പിൾ കമ്പാരിസൺ അല്ല. ഏത് സമയത്തും, ഏത് ബുൾ മാർക്കറ്റിലും ഏത് ബെയർ മാർക്കറ്റിലും ഇന്ത്യൻ PE എപ്പോഴും ഓവർ വാല്യൂഡ് ആയിട്ടാണ് കാണാറുള്ളത്. അതുകൊണ്ട് അങ്ങനെ ഒരു കമ്പാരിസണിലേക്ക് പോകാനും ഞാൻ തയ്യാറല്ല. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കോവിഡിന്റെ സമയത്തുള്ളതോ അല്ലെങ്കിൽ ലേമൻ ബ്രദേഴ്സ് ക്രൈസിസിന്റെ സമയത്തുള്ള PE ആയിട്ട് ഇപ്പോഴത്തെ PE ആയിട്ട് കമ്പയർ ചെയ്യാനും ഞാൻ മുന്നോട്ട് വരുന്നില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ ഞാൻ PEയുടെ കാര്യം പറഞ്ഞപ്പോൾ വേറൊരു മാർക്കറ്റ് കൂടി പറഞ്ഞുതരാം. അതായത് സൗത്ത് കൊറിയൻ മാർക്കറ്റ്. ഈ സൗത്ത് കൊറിയൻ മാർക്കറ്റിലെ നിഫ്റ്റിയിൽ കൂടുതലും ഹാർഡ്വെയർ കമ്പനീസ് ആണ് വന്നേക്കുന്നത്. അതായത് കോൺട്രാക്ട് മാനുഫാക്ചറിങ് കമ്പനീസ്, ഇങ്ങനത്തെ കമ്പനീസ് വരുമ്പോൾ, അല്ലെങ്കിൽ കൺസ്യൂമർ ഡ്യൂറബിൾസ് മാത്രമായ സാംസങ്ങോ അല്ലെങ്കിൽ അങ്ങനത്തെ കമ്പനികൾ മാത്രമായിട്ട് വരുന്നത്. അതുകൊണ്ട് അതിനെയും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് PE ആയിട്ട് കമ്പയർ ചെയ്യുന്നത് ഒരു ആപ്പിൾ ടു ആപ്പിൾ കമ്പാരിസൺ അല്ല. ഇന്ത്യൻ മാർക്കറ്റിന്റെ നിഫ്റ്റിയുടെ പ്രത്യേകത, അതായത് ഞാൻ ഒരു ഉദാഹരണം കൂടി പറഞ്ഞ് ഞാൻ ആ ടോപ്പിക്ക് നിർത്താം. ഇപ്പൊ നമ്മൾ US നോക്കുകയാണെങ്കിൽ ടെക് സ്റ്റോക്സ് കംപ്ലീറ്റ് നാസ്ഡാക്കിലാണ്, വാല്യൂ സ്റ്റോക്സ് കംപ്ലീറ്റ് S&P 500 ഡൗ ജോൺസ് എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ള ഇൻഡെക്സിലേക്കാണ് വരുന്നത്. അങ്ങനെ ഒരു ഡിഫറൻസിയേഷൻ തന്നെ അവിടെ വെച്ചിട്ടാണ് അവിടെ മുന്നോട്ട് പോകുന്നത്. ഇന്ത്യൻ മാർക്കറ്റിൽ അങ്ങനെയല്ല, നിഫ്റ്റിയാണ്. നിഫ്റ്റിയുടെ പ്രത്യേകത മാത്രം ഞാൻ പറയുന്നത് വെച്ചാൽ ഏതാണ്ട് BSE സെൻസെക്സിന്റെ ടേൺ ഓവറിനേക്കാളും 5 മടങ്ങ് 6 മടങ്ങ് കൂടുതലാണ് NSE, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്. ഇന്ത്യൻ സിസ്റ്റത്തിൽ കിട്ടുന്ന ഓതന്റിസിറ്റി അല്ലെങ്കിൽ ക്രെഡിബിലിറ്റി BSE സെൻസെക്സിന് ഇല്ല എന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെ നിഫ്റ്റി മാത്രമായിട്ട് ഞാൻ സംസാരിക്കുന്നു. ആ നിഫ്റ്റിയിൽ ശരിക്കും പറഞ്ഞ വൈഡ് വെറൈറ്റി ഓഫ് സ്റ്റോക്ക്, wide variety of sectors, new age, old age, cement companies, NBFCs, banks, automobile, consumer, digital lending, retail എന്നിങ്ങനെ പല വൈഡ് വെറൈറ്റി ഉള്ള നിഫ്റ്റിയാണ് നമ്മുടെ സ്റ്റോക്സ് ആണ് നമ്മുടെ നിഫ്റ്റിയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ ഐസൊലേഷൻ ആയിട്ട് വേണം കാണാനായിട്ട്. അതുകൊണ്ട് മറ്റുള്ളതായിട്ട് കമ്പയർ ചെയ്തിട്ട് മുന്നോട്ട് പോകരുത്. എന്നാൽ തന്നെ ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യയുടെ തന്നെ ഏർണിംഗ് പൊട്ടൻഷ്യൽ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിലെ നിഫ്റ്റിയിൽ ഉള്ള അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള കമ്പനികളുടെ ഏർണിംഗ് പൊട്ടൻഷ്യൽ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഓവർ വാല്യൂഷൻ കാണുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. സർ, അതിനോടൊപ്പം തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണക്കുകൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന പ്രത്യേകിച്ച് ഒരു ട്രിഗറിംഗ് പോയിന്റ് ഒന്നും ഇല്ലാതെയായിരുന്നു വലിയൊരു ഗ്യാപ് ഡൗണും ഏകദേശം ഒരു 400-ലധികം പോയിന്റ്സ് ഇടിവിലേക്കും ഒക്കെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് പോയത്. എന്നാൽ മാർക്കറ്റ് അവേഴ്സിന് ശേഷം GDP നമ്പേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള നമ്പേഴ്സ് പബ്ലിഷ് ചെയ്യാനായിട്ട് ഈ ഒരു തേർഡ് ക്വാർട്ടറിൽ ഇന്ത്യൻ ഇക്കോണമിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഫോർത്ത് ക്വാർട്ടറിലേക്ക് കിടക്കുമ്പോൾ പ്രതീക്ഷകൾ വളരെ ഉയരത്തിലാണ് എന്നതും ശ്രദ്ധേയമാണ്. ഇപ്പോൾ ചീഫ് ഇക്കണോമിക് അഡ്വൈസർ തന്നെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു മഹാകുംഭമേള, ഇതിൻ്റെ പൊളിറ്റിക്കൽ സൈഡൊക്കെ മാറ്റി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ മഹാകുംഭമേള ഇന്ത്യൻ ഇക്കോണമിക്ക് പ്രത്യേകിച്ചും നോമിനൽ GDPയിലേക്ക് പോകുമ്പോഴേക്കും വലിയ തോതിലൊരു പുഷ് നടത്താനുള്ള ഒരു സാധ്യത അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു GDP കണക്കുകളെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇത് ഇന്നത്തെ ഒരു മാർക്കറ്റിൽ ഏതെങ്കിലും തരത്തിലൊരു ട്രിഗറിംഗ് പോയിന്റ് ആകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ടോ? അനില, നമ്മുടെ മൈഫിന്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമുക്കറിയാം, ഇന്ന് നമ്മുടെ കൂടെ പ്രദീപ് ജോയിൻ ചെയ്യുന്നില്ല. അദ്ദേഹത്തിന് അത്യാവശ്യമായിട്ട് വേറെ ഏതോ കാര്യമായിട്ട് ബന്ധപ്പെട്ട് പേഴ്സണൽ കാര്യമായിട്ട് ബിസിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു സ്റ്റാൻഡ് ബൈ എന്ന രീതിയിൽ ഞാൻ വന്നത്. എന്നാലും നമ്മൾ ഇന്ന് ഇൻവെസ്റ്റേഴ്സിന് ഒരു കോഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പേടിക്കേണ്ട രീതിയിലല്ല നമ്മൾ പറയുന്നത്. തീർച്ചയായിട്ടും there is light at the end of the tunnel. നിങ്ങൾ പേടിക്കാനൊന്നുമില്ല. നല്ല സ്റ്റോക്സ് ആണെങ്കിൽ നിങ്ങൾ ഹോൾഡ് ചെയ്യുക. ആദ്യം നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇന്ത്യൻ മാർക്കറ്റ് ഇപ്പൊ ഒരു ഗ്ലോബൽ പോർട്ട്ഫോളിയോ, അതായത് ഇപ്പൊ ഞാൻ ഒരു FIA ആണെന്ന് വിചാരിക്കാം. എന്റെ ഗ്ലോബൽ പോർട്ട്ഫോളിയോയിൽ ഏതാണ്ട് 60-65 തന്നെ US ബേസ്ഡ് സ്റ്റോക്സ് ആണ്. ഇന്ത്യ ഏതാണ്ട് 1.5% കൂടുതൽ നമ്മളൊരു അലൊക്കേഷൻ കൊടുക്കാറില്ല. ഓക്കെ, പിന്നെ ഇന്ത്യൻ മാർക്കറ്റിന്റെ പ്രത്യേകത വെച്ചാൽ ഞാനൊരു FIA ആണെങ്കിൽ ഞാൻ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്ന് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇൻവെസ്റ്റേഴ്സിന് ഞാൻ ഇവിടെ മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നത് FIIs എന്ന് പറയുന്നത് എന്ത് വർഗം ഇൻവെസ്റ്റേഴ്സ് എന്നുള്ളതാണ്. നമ്മൾ എന്ത് ഇൻവെസ്റ്റർ ആണെന്ന്, നമുക്ക് റീറ്റെയിൽ ഇൻവെസ്റ്റർ ആണ്, നമ്മുടെ കപ്പാസിറ്റി എന്താണെന്ന് നമുക്കറിയാം. ബട്ട് നമ്മുടെ പല പ്രേക്ഷകർക്കും ഒരു FII ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റർ എന്നല്ലാതെ അതിന്റെ ഒരു സ്വഭാവമോ ക്യാരക്ടറോ അറിയില്ല. അത് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സന്ദർഭം യൂസ് ചെയ്യുന്നത്. ഈ FIIസിന്റെ ഗ്ലോബൽ പോർട്ട്ഫോളിയോയിൽ ഇന്ത്യ ഒക്യുപ്പൈ ചെയ്യുന്നത് 1.5% അല്ലെങ്കിൽ 2% താഴെ അലൊക്കേഷൻ ആണ്. ഏതാണ്ട് 60-65% തന്നെ US സ്റ്റോക്സിലാണ് അവർ അലൊക്കേറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ട് അവർ ഇന്ത്യയിലേക്ക് വരുന്നു വെച്ചാൽ, ഇന്ത്യയിൽ ദേ ഗെറ്റ് ഫാസ്റ്റ് റിട്ടേൺസ്. അതായത് ഇന്ത്യൻ കമ്പനിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യൻ കമ്പനികളിൽ ഏതാണ്ട് 45 മുതൽ 65-75% വരെ പ്രൊമോട്ടർ ഹോൾഡിംഗ് ഉള്ള ഫാമിലി റൺ ബിസിനസ്സസ് ആണ്.
നമ്മൾ റിലയൻസ് മുതൽ ടാറ്റ കമ്പനീസ് മുതൽ ബജാജ് കമ്പനീസ് മുതൽ ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം ഫാമിലി റൺ ബിസിനസ് ആണ്. ഇവിടെയൊക്കെ ഷെയർ ഹോൾഡിംഗ് വളരെ ഹൈ ആണ്. ഈ പ്രൊമോട്ടേഴ്സിന്റെ 65 അല്ലെങ്കിൽ 75 അല്ലെങ്കിൽ 55% ഷെയർസ് നമ്മൾ ട്രേഡ് ചെയ്യുന്നേ ഇല്ല. അത് അങ്ങനെ തന്നെ സ്റ്റഡി ആയിട്ട് കൊല്ലങ്ങളായിട്ട് അവിടെ തന്നെ ഇരിക്കുകയാണ്. ബാക്കിയുള്ള 25-35% നമ്മൾ ഈ ട്രേഡിംഗ് കംപ്ലീറ്റ് നടത്തുന്നത്. ഈ നിഫ്റ്റിയിലെ ടേൺ ഓവർ നോക്കിയാലും സെൻസെക്സിലെ ടേൺ ഓവർ നോക്കിയാലും ഒരു ചെറിയൊരു ശതമാനം മാത്രമേ ട്രേഡബിൾ ഷെയർ ഉള്ളൂ. അതിനെ നമ്മൾ മാർക്കറ്റ് ടെർമിനോളജിയിൽ നമ്മൾ പറയുന്നത് ഫ്രീ ഫ്ലോട്ട് എന്നാണ്. ആ ഫ്രീ ഫ്ലോട്ടിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ പെട്ടെന്നൊരു ബൈങ് വന്നാൽ ക്ഷിപ്ര പ്രസാദിയും ക്ഷിപ്ര കോപിയുമാണ്. അത് പെട്ടെന്ന് മുകളിലേക്കും കയറും, അതേപോലെ സെല്ല് ചെയ്യാൻ നേരത്ത് താഴേക്കും വരും. അതാണ് ഇന്ത്യൻ മാർക്കറ്റിന്റെ പ്രത്യേകത. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കെ ഇപ്പൊ ഇന്ത്യയിൽ സംഭവിക്കുന്ന ഒരു കാര്യം, നമുക്ക് ഏറ്റവും പ്രോബ്ലം ആയിട്ട് വന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ആൾക്കാർ ഒരുപാട് പേര് ടൂ മച്ച് ഓഫ് ഫിനാൻഷ്യലൈസേഷൻ, അതായത് കോവിഡ് കഴിഞ്ഞ് ഒരുപാട് പേര് ബാങ്കിൽ കിടന്ന പൈസ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് സിപ്പ് വഴി പോയി. സിപ്പ് വഴി മ്യൂച്വൽ ഫണ്ടിലേക്ക് എത്തിയപ്പോ ഈ മ്യൂച്വൽ ഫണ്ടിന്റെ മാൻഡേറ്റ് എന്താ? ലിക്വിഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. അതായത് ലിക്വിഡിറ്റി ഉള്ള ഒരുപാട് സ്റ്റോക്കുകളിലേക്ക് അവർക്ക് ഈ പൈസ വെച്ച് വെറുതെ ഇരിക്കാൻ പറ്റില്ല. മാസം തോറും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയാണ് അവർക്ക് സിപ്പിന്റെ രീതിയിൽ അവർക്ക് പല ബ്രാഞ്ചുകളിൽ നിന്ന് വീഴുന്നത്. അവരത് ഡിപ്ലോയ് ചെയ്ത് മാർക്കറ്റിലേക്ക് ഇടുമ്പോൾ മാർക്കറ്റിന്റെ വാല്യുവേഷനെ കാട്ടിലും മുകളിലേക്ക് പ്രൈസ് പൊക്കോണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായി. അവിടെ വച്ചിട്ടാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ട്രംപിന്റെ കാരണം കൊണ്ടാവാം, ട്രംപ് ടാരിഫ് കൊണ്ടുവരണോണ്ടായിക്കോട്ടെ, അവിടുത്തെ ബോണ്ട് yield ഉയർന്നുകൊണ്ടായിക്കോട്ടെ, അവരെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാത്തോണ്ടായിക്കോട്ടെ, എന്തുകൊണ്ടോ ആയിക്കോട്ടെ US ഡോളേഴ്സ് കയറി. US ഡോളേഴ്സ് കയറി കഴിഞ്ഞാൽ ഒരു FIIയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒന്നാമത് 1% 2% താഴെയാണ് ഇന്ത്യ അലോക്കേഷൻ എന്ന് പറയുന്നത്. അത് തന്നെ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സും കൊടുത്ത് ഈ ട്രാൻസ്ലേഷൻ ലോസ്, അതായത് ഫോറിൻ എക്സ്ചേഞ്ചിന്റെ ട്രാൻസ്ഫറിംഗ് ഉണ്ടല്ലോ, അതായത് US ഡോളേഴ്സിൽ നിന്ന് ഇന്ത്യൻ റുപ്പി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം, ഇന്ത്യൻ റുപ്പിയിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് US ഡോളേഴ്സ് ആയിട്ട് വേണം തിരിച്ചെടുക്കാൻ. ഈ ശരിക്കും പറഞ്ഞ ഈ ട്രാൻസ്ലേഷൻ ലോസും ക്യാപിറ്റൽ ഗെയിൻസും കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് FIIക്ക് 4.5% 5%, എന്തിന് ഒരു ഏറ്റവും നല്ല സമയങ്ങളിൽ 6% 7% താഴെ ഇവർക്ക് റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ. അതും ഈ പറയുന്ന പോലെ ഒരു റിസ്കിയർ ആയിട്ടുള്ള ഒരു മാർക്കറ്റ്, സ്റ്റോക്ക് മാർക്കറ്റ്, ഒരു അസറ്റ് ക്ലാസ്സിൽ അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ. അപ്പൊ നിങ്ങളുടെ നാട്ടിൽ, അതായത് US സ്വന്തം നാട്ടിൽ അവർക്ക് ഏതാണ്ട് 4% തന്നെ റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഒരു റിട്ടേൺ കിട്ടുകയാണെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ സെല് ചെയ്തിട്ട് പൊയ്ക്കൂടാ എന്നുള്ളത് ഒരു നോർമൽ ചിന്ത തന്നെയാണ്. അത് തന്നെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഒന്നാമത്തെ കാര്യം. ഏതാണ്ട് എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഫെബ്രുവരി മാസങ്ങളിൽ അവരുടെ സെല്ലിംഗ് കുറഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. 2, ഇതിന്റെ കൂടെ തന്നെ ചൈനയിൽ സ്റ്റിമുലസും വന്നു. ചൈനയുടെ കമ്പാരിറ്റീവ് വാല്യൂഷൻ അനുസരിച്ച് അവർ സ്റ്റിമുലസ് കൊടുത്തു. ഡീപ് സീക്കിന്റെ ഒക്കെ ടെക്നോളജിക്കൽ അഡ്വാൻസ് വന്നപ്പോൾ അവിടെ ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ഈ ഷോർട്ട് ടേം ഫണ്ട്സും FII ETFs കണ്ടപ്പോൾ ഇന്ത്യ സെല്ല് ചെയ്ത് അങ്ങോട്ട് പോവുക എന്നുള്ളത് സ്വാഭാവികം മാത്രം തന്നെയായിരുന്നു. ബട്ട് ഫെബ്രുവരി മാസങ്ങളിൽ തീർച്ചയായിട്ടും FIIs അത്രയ്ക്ക് സെല്ല് ചെയ്യുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ബട്ട് ഈ സമയങ്ങളിൽ ഞാൻ ഇപ്പോഴും ഓഫ് ദ റെക്കോർഡ് ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ പറയുന്നു, മൈഫിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഞാൻ ഈ ജനങ്ങളോട് പറയുന്നു, തീർച്ചയായിട്ടും F&Oയിൽ ഒരു സ്കാം പുറത്തു വരുമെന്നറിയില്ല. F&Oയിൽ ഓപ്പറേറ്റേഴ്സ് നന്നായിട്ട് കളിക്കുന്നുണ്ട്. നമ്മൾ എന്ത് ടെക്നിക്കൽ പറഞ്ഞാലും, നമ്മളിപ്പോ ടെക്നിക്കൽ പറഞ്ഞ ഒരു സ്റ്റോക്കിനെ കുറിച്ചോ മാർക്കറ്റിനെ കുറിച്ചോ പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. കാരണം എല്ലാ ടെക്നിക്കൽസും ബ്രേക്ക് ചെയ്താണ് താഴെ വന്നേക്കുന്നത്. നമ്മൾ പല ലെവലിൽ സപ്പോർട്ട് പറഞ്ഞു, പല ലെവലിൽ റെസിസ്റ്റൻസ് പറഞ്ഞു, പല സ്ഥലത്ത് സ്റ്റോപ്പ് ലോസ് പറഞ്ഞു. ഇതെല്ലാം മാറി താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ടെക്നിക്കൽസോ ഫണ്ടമെന്റൽസോ ഒന്നും വർക്ക് ചെയ്യില്ല. പേഷ്യൻസ് എന്ന് പറയുന്ന ഒരു വിർച്യു മാത്രമേ നമുക്കിപ്പോൾ വർക്ക് ചെയ്യാനുള്ള ചാൻസ് ഉള്ളൂ. ബുദ്ധിപരമായിട്ട്, റാഷണൽ ആയിട്ട്, പേഷ്യൻസോട് കൂടി മാത്രമേ ഇതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റുള്ളൂ. ഓപ്പറേറ്റേഴ്സ് F&Oയിൽ തീർച്ചയായിട്ടും അതിനകത്ത് എന്തോ മാനിപ്പുലേഷൻ ചെയ്യുന്നുണ്ട് F&Oയിൽ എന്നുള്ള കാര്യം നിസ്സംശയമാണ്, യാതൊരു സംശയമില്ല. അവര് എവിടെയാണോ ഇതിനെ കൊണ്ടുവച്ച് എത്തിക്കുന്നത് അവിടെ എത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഈ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസസും നിഫ്റ്റിയുടെ സപ്പോർട്ട് റെസിസ്റ്റൻസും പറയുന്നതിൽ ഇനി യാതൊരു അർത്ഥമില്ല. ഒരേ ഒരു കാര്യമാണ് നിങ്ങൾ ഇപ്പോൾ ഡെവലപ്പ് ചെയ്യേണ്ടത്, നിങ്ങളിലുള്ള ക്യാരക്ടറിനെയാണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് കുറച്ചുകൂടി പേഷ്യൻസ് വേണം, കൺവിക്ഷൻ വേണം. ദർ ഈസ് ലൈറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ ടണൽ എന്ന് പറയുന്ന കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നല്ല സ്റ്റോക്സ് അവിടെ ഹോൾഡ് ചെയ്യണം, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ റീസ്ട്രക്ചർ ചെയ്യണം. തീർച്ചയായിട്ടും ഇത് തിരിച്ചു വരും. നല്ലൊരു വെൽത്ത് ക്രിയേഷൻ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ മുന്നിൽ കിടക്കുന്നതെന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. താങ്ക് യു സോ മച്ച് ശ്രേയർ. ഏതായാലും ഇന്നത്തെ നമ്മുടെ ഒരു സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ഒരു സമയമായിരിക്കുകയാണ്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ദർ ഈസ് ലൈറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ ടണൽ. അതായത് ഈ ഒരു സമയവും കടന്നു പോകും. ഈ ഒരു കറക്ഷനെ ഒരു വളരെ ബുദ്ധിപരമായിട്ട് സമീപിക്കുകയാണ്. ലോങ് ടേമുകൾ തീർച്ചയായിട്ടും നിക്ഷേപകർക്ക് റിട്ടേൺസ് നിഫ്റ്റിയിൽ നിന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാക്കാം എന്നൊരു ശുഭപ്രതീക്ഷ തന്നെയാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ പെട്ടെന്നുണ്ടാകുന്ന ഷോർട്ട് കവറിംഗ് റാലിയിലോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ഡൗൺ സൈഡിലേക്കോ അപ്പ് സൈഡിലേക്കോ ഉണ്ടാകുന്ന മൂവ്മെൻറ്റ്സിൽ നിങ്ങൾ വൈസായിട്ടുള്ള ഡിസിഷൻ എടുക്കണമെന്ന് തന്നെയാണ് അദ്ദേഹം വീണ്ടും പറഞ്ഞു വെക്കുന്നത്. ഏതായാലും ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. മാർക്കറ്റിന്റെ കൂടുതൽ ഓപ്പണിംഗ് അപ്ഡേറ്റും ഒപ്പം തന്നെ എക്സ്പേർട്ട് ഒപ്പീനിയനും ഒക്കെ ആയിട്ട് കാണാം. സ്റ്റേ ട്യൂൺഡ്.